പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആമുഖമായൊന്നും പറയാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 10ാം ക്ലാസ് ഹിന്ദിയുടെ കുറേയേറെ വീഡിയോകൾ നിങ്ങൾ കണ്ടും കേട്ടും കഴിഞ്ഞു. ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠമായ ബീർ ബഹൂട്ടിയുടെ സാരാംശം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും അത് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, വില കൂടിയ സമയം നഷ്ടപ്പെടുത്തുന്നുമില്ല. ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇനി ബീർ ബഹൂട്ടി എന്ന പാഠത്തിലെ ചെറുതും വലുതുമായ ചോദ്യോത്തരങ്ങൾ നോക്കാം. അതിനു മുമ്പായി നമുക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾ, അതായത് എത്ര ചോദ്യങ്ങൾ, എത്ര സ്കോർ എന്നൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ. നിങ്ങളൊരുപക്ഷെ ചോദിച്ചേക്കാം, ഇപ്പോഴെന്ത് പരീക്ഷ എന്ന് കേട്ട് കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ ഭയമാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം തീരും, മാത്രമല്ല ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യ മാതൃക 2020 മാർച്ച് പബ്ലിക് പരീക്ഷയുടേതാണ്. നേരിയ മാറ്റം വന്നേക്കാം, മറ്റൊന്നുമില്ല. ആദ്യം നമുക്ക് ഒരു സ്കോറിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ഒരു സ്കോറിൻ്റെ 20 ചോദ്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത്. ഹിന്ദിയിൽ പറഞ്ഞാൽ സരൾ സേ കഠിൻ കി ഓർ. ഇപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഹിന്ദി പറയുന്നത്. ഇനി നമുക്ക് ഹിന്ദിയും മലയാളവും കൂട്ടിക്കലർത്തി അങ്ങോട്ട് പറയാം. എന്നിട്ട് അടുത്ത എപ്പിസോഡാകുമ്പോഴേക്ക് ഹിന്ദി കൂടുതലും മലയാളത്തിൻ്റെ അളവ് ലേശം കുറയുകയും ചെയ്യും. അതിനടുത്ത എപ്പിസോഡിലാണെങ്കിലോ മലയാളത്തിൻ്റെ അളവ് അല്പം കൂടെ കുറയും, ഹിന്ദിയുടെ അളവ് കൂട്ടും. അങ്ങനെ ഹിന്ദിയിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കാരണം ഹിന്ദിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്, ഹിന്ദിയിലാണല്ലോ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? സരൾ സേ കഠിൻ കി ഓർ. ഇത് പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. सरल हिंदी, छोटे छोटे वाक्य. आप लोग भी छोटे छोटे वाक्यों में अपने मन का आशय प्रकट करेंगे जरूर. നിങ്ങളും നാളെ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ മനസ്സിൽ ആശയം പ്രകടിപ്പിക്കും തീർച്ചയായും. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക. ഒരു സ്കോറിൻ്റെ 10 ചോദ്യങ്ങളാണ് പബ്ലിക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഇവയിൽ 4 സ്കോറിൻ്റെ വ്യാകരണ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. വ്യാകരണ ചോദ്യങ്ങൾ സർവനാം, വിശേഷൺ, കാൽ, കൂടാതെ പ്രയോഗങ്ങൾ, നമ്മുടെ ലഘ് ക പ്രയോഗം തുടങ്ങിയവ, കൂടാതെ പാഠഭാഗങ്ങളിൽ നിന്നുള്ളവയും. ഈ 10 ചോദ്യങ്ങളിൽ കൂടുതലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ്, അതായത് ബഹുവികൽപ്പീയ പ്രശ്നം. നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് മുഴുവൻ വായിക്കുന്നില്ല, 20 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1-2 വായിക്കാം, ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ശരി. 1. സാഹിൽ और बेला खेतों में क्या क्या खोजा करते थे. സാഹിലും ബേലയും വയലുകളിൽ എന്താണ് തിരഞ്ഞുകൊണ്ടിരുന്നത്? തിരയുക പതിവായിരുന്നു. ബ്രേക്കറ്റിൽ കൊടുത്തു മച്ഛലിയോങ്കോ മത്സ്യങ്ങളെ, ഫൂലോങ്കോ പുഷ്പങ്ങളെ, ബീർ ബഹൂട്ടിയോങ്കോ പക്ഷിയോങ്കോ. 4 ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹിന്ദി അറിയാത്ത കുട്ടിയെ ഉത്തരം എഴുതും, കാരണം ബീർ ബഹൂട്ടിയോങ്കോ എന്ന് കണ്ടതുകൊണ്ട്. സാഹിൽ ബേല എന്ന പേര് കണ്ടു, ബീർ ബഹൂട്ടിയോങ്കോ എന്ന് കണ്ടാൽ ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ബ്രേക്കറ്റിൽ കൊടുത്തതുകൊണ്ട്. അടുത്തത് ബ്രേക്കറ്റിൽ കൊടുക്കാത്തൊരു ചോദ്യമാണ്. ബേല കിസ്കെ സാത്ത് ബീർ ബഹൂട്ടിയോങ്കോ ദേഖ്നെ ഗയി. ബേല കിസ്കെ സാത്ത് ബീർ ബഹൂട്ടിയോങ്കോ ദേഖ്നെ ഗയി. ഇത് ഹിന്ദി അറിയാവുന്ന കുട്ടിക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. ബേല ആരുടെ കൂടെ ബീർ ബഹൂട്ടികളെ കാണാൻ പോയി? സാഹിൽ കെ സാത്ത് ഉത്തരം. ഹിന്ദി അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ബുദ്ധിമുട്ടും. ബേല എന്നെങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് വായിച്ചേക്കാം. കിസ്കെ സാത്ത് അർത്ഥം അറിയില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടും. അപ്പോൾ എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഹിന്ദി കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണത്. ശരി. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ 3 മുതൽ 20 വരെയുള്ളവ വീട്ടിൽ നിന്ന് വായിച്ചിട്ട് സംശയം തോന്നിയാൽ അധ്യാപകരെ വിളിക്കുക, ഉത്തരം കണ്ടെത്തുക. ശരി. ഇപ്പം വായിച്ച് സമയം നഷ്ടപ്പെടുത്തേണ്ട, സ്വസ്ഥമായി വീട്ടിലിരുന്ന് പിന്നീട് വായിച്ചു നോക്കുക. വല്ല സംശയവും തോന്നിയാൽ നിങ്ങളുടെ അധ്യാപകരെ വിളിക്കുക, ചോദിക്കുക. അവരെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കാം. എല്ലാം നിങ്ങളുടെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമേ ചെയ്യാവൂ. കാരണം
തെറ്റില്ലാത്ത, വ്യാകരണ തെറ്റില്ലാത്ത വാക്യങ്ങൾ, ഉച്ചാരണശുദ്ധി, ഇവയൊക്കെ വേണം നമ്മുടെ ഭാഷയിൽ. ഇനി 2 സ്കോറിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. 2 സ്കോറിൻ്റെ 3 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഇവയിൽ പിരമിഡും ഉൾപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള പാഠപുസ്തകത്തിലെ 2 ചോദ്യങ്ങളിൽ ഒന്ന് വിശ്ലേഷണാത്മക പ്രശ്നമായിരിക്കും. ഇവിടെ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കണം. സ്വന്തമായ അഭിപ്രായം പ്രകടിപ്പിക്കണമെങ്കിൽ സ്വന്തമായ വാക്യങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ വാക്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഛോട്ടെ വാക്യം. പാഠപുസ്തകത്തിലെ ലളിതമായ ചോദ്യമാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ബീർ ബഹൂട്ടിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നത്. കാരണം അവിടെ വിശ്ലേഷണാത്മക പ്രശ്നം ഉണ്ട്, പക്ഷേ വെറുതെ സമയം നഷ്ടപ്പെടുത്താൻ ഉണ്ടാക്കാൻ പോകണ്ട. അത് വരുന്ന പാഠങ്ങളിലൊക്കെ ഉണ്ട്. ശരി, ഇനി നമുക്ക് 2 സ്കോറിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ബീർ ബഹൂട്ടിയോं की विशेषताएं क्या क्या है? ഉത്തരം വായിക്കട്ടെ. ബീർ ബഹൂട്ടിയ സുർഖ്, അതായത് ചുവന്നത്, രക്തവർണ്ണ, മുലായം ഔർ ഗദ്ബദി ഹെ, മാർദ്ദവമുള്ളത്, വേ ലാൽ രംഗ് കി ഹെ, അവ ചുവപ്പ് നിറത്തിലുള്ളവയാണ്, ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേൻ ജയ്സി ലഗ്തി ഹെ, നിലത്ത് അല്ലെങ്കിൽ മണ്ണിലൂടെ ചുറ്റി നടന്നു നീങ്ങുന്ന പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ പോലെ തോന്നുന്നു എന്നാണ് നേരെ മലയാള രൂപാന്തരം. 2, ബച്ചെ ക്യോം സുരേന്ദർ മാഡ് സാബ് സെ ഡർത്തേ ഥേ, കുട്ടികൾ എന്തുകൊണ്ടാണ് സുരേന്ദർ മാഡ് സാബിനെ പേടിച്ചിരുന്നത്, ഭയപ്പെട്ടിരുന്നത്? ഉത്തരം, സുരേന്ദർ മാഡ് സാബ് ജരാസി ഗൽത്തി പർ ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ ഥേ, കുട്ടികളെ അങ്ങുമിങ്ങും വലിച്ചിഴയ്ക്കുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്ത തോ രുക്ന ഭൂൽ ജാത്താ ഥാ, അദ്ദേഹം അടിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ മറക്കുമായിരുന്നു. ഇസ്ലിയെ ബച്ചെ സുരേന്ദർ മാഡ് സാബ് സെ ഡർത്തേ ഥേ. ഇതിൻ്റെ അവസാനത്തെ വാക്യം ശ്രദ്ധിക്കുക. ചോദ്യപദം കണ്ടല്ലോ, ക്യോം എന്നാണ് ചോദ്യപദമെങ്കിൽ ഉത്തരത്തിൻ്റെ ഒടുവിൽ ഇസ്ലിയെ എന്നതിന് ശേഷം നമുക്ക് ചോദ്യം എഴുതാം. ചോദ്യത്തിലെ ക്യോം എടുത്തു മാറ്റുക. ഇതിവിടെ തന്നെ കണ്ടില്ലേ, ബച്ചെ ക്യോം സുരേന്ദർ മാഡ് സാബ് സെ ഡർത്തേ ഥേ എന്നാണ് ചോദ്യം. ഉത്തരത്തിൻ്റെ അവസാന വാക്യം ഇസ്ലിയെ ബച്ചെ സുരേന്ദർ മാഡ് സാബ് സെ ഡർത്തേ ഥേ. ഇനി മൂന്നാമത്തതാണ്, ബേല ഖുദ് കോ ശർമിന്ദ മെഹ്സൂസ് കർ രഹി ഥി, ക്യോം, ബേലയ്ക്ക് നാണക്കേടായി തോന്നി. എന്തുകൊണ്ട്? ഉത്തരം, സുരേന്ദർ മാഡ് സാബ് നെ ബേല കെ ബാലോ മേ പഞ്ചാ ഫസായ, സുരേന്ദർ മാഡ് സാബ് ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. സാഹിൽ കെ സാമ്നെ ഹി മാഡ് സാബ് നെ ഐസാ കിയാ ഥാ, സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു മാഡ് സാബ് അങ്ങനെ ചെയ്തിരുന്നത്. തബ് ബേല കോ ഷർമിന്ദ മഹ്സൂസ് കർ രഹി ഥി, അപ്പോൾ ബേലയ്ക്ക് നാണക്കേടായി തോന്നി, ലജ്ജ തോന്നി. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ സാഹിൽ കി നസർ മേ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ വോ ബഹുത് അച്ഛി ഹെ, അവൾ വളരെ നല്ലവളാണ്, നല്ല കുട്ടിയാണ്. അടുത്ത ചോദ്യം, ബേല സാഹിൽ സെ നസർ നഹി മിലാ പായി, ക്യോം, ബേലയ്ക്ക് സാഹിലിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ 3ാം ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണിത്, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. माड साहब ने बेला के बालों में पंजा फंसाया, साहिल के सामने ही माड साहब ने ऐसा किया था, तब बेला को लज्जा का अनुभव हो रहा था. മൂന്നാമത്തെ വാക്യം അല്പം എളുപ്പമുള്ളതാക്കി മാറ്റി. നേരത്തെ കൊടുത്തത് തബ് ബേല ഖുദ് കോ ഷർമിന്ദ മഹ്സൂസ് കർ രഹി ഥി എന്നാണ്. അതിന് പകരം തബ് ബേല കോ ലജ്ജാ ക അനുഭവ് ഹോ രഹാ ഥാ, നാണക്കേടായി തോന്നി. ക്യോം കി സാഹിൽ കി നസർ മേ വോ അച്ഛി ലഡ്കി ഹൈ, इसलिए बेला साहिल से नजर नहीं मिला पाई. ഇനി 4 സ്കോറിൻ്റെ ചോദ്യങ്ങൾ. 4 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ് പരിചയപ്പെടേണ്ടത്. ഇവയാണ് സ്കൂളുകളിൽ കൂടുതലായും ചർച്ചയ്ക്ക് വിധേയമാക്കാറുള്ളത്. അതാണ് വേണ്ടതും. ഭാഷാ വ്യവഹാര രൂപങ്ങളുടെ നിയമം, ശൈലി തുടങ്ങിയവ. അപ്പോൾ 4 സ്കോറിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഡയറി, പത്ര, ബാത്ചീത് അഥവാ വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ, റപ്പട്ട്, ലേഖ്,
ടിപ്പണി മുതലായവയ്ക്ക് പുറമെ ചരിത്രഗതി വിശേഷതായേം, സഹി മിലാൻ കരേം, കവിതാൻസിക ആശയലിഖേം എന്നിവയും. നമുക്കിവിടെ ആവശ്യമുള്ളവ മാത്രം നോക്കാം. ഡയറി താഴെ കൊടുത്ത് വായിക്കുക. ഒറ്റയ്ക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ചെറിയ ക്ലാസ് മുതലേ പരിചയപ്പെട്ടു വരുന്നതാണല്ലോ. ഏറ്റവും അടിയിൽ കൊടുത്ത ഹിന്ദി ഞാൻ വായിക്കാം. താരീഖ് അഥവാ ദിനാങ്ക്, തീയതി. ആത്മനിഷ്ഠ ശൈലി. ആത്മനിഷ്ഠ ശൈലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തം പുരുഷ് മേ ക രൂപാന്തർ, ഞാൻ, മേയുടെ രൂപാന്തരം മേരാ, മേരെ, മേരി, മുझे എന്നൊക്കെ ഇത് പ്രയോഗിക്കലാണ്. അപ്ന വിചാർ, നമ്മുടെ ചിന്ത. അപ്പനി പ്രതിക്രിയ, നമ്മുടെ പ്രതികരണം, നമ്മുടെ റിയാക്ഷൻ. സരൾ ഒരു സംക്ഷിപ്ത്, സരളവും സംക്ഷിപ്തവും എന്ന് വെച്ചാൽ നീട്ടി വലിച്ച് ഡയറി എഴുതാൻ പാടില്ല. ക്രമബദ്ധത, ക്രമബദ്ധതയോടെ എഴുതണം. ഒരു ഉദാഹരണം വായിക്കുന്നു. ബേലാക്കി ഡയറിയാണ്. ചോദ്യം വായിക്കുന്നു. ഗണിത് കെ മാട്ട് സാബ് സുരേंद्र जी ने बेला के बालों में पंजा फंसाया. माट साहब के इस बुरे व्यवहार से बेला के विचारों को डायरी के रूप में लिखे. 30 जनवरी 2021 ശനിവാർ. ശനിവാർ എന്ന് കൊടുത്തത് നമ്മുടെ ഈ വാരങ്ങൾ മലയാളത്തിലുള്ള പോലെയല്ല ഹിന്ദിയിൽ. ശനി ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും മാറ്റമുണ്ട്. നമ്മൾ ഞായർ, തിങ്കൾ, ചൊവ്വ എന്ന് പറയുന്ന ഹിന്ദിയിൽ ഇപ്പം ഞായർ വാർ, തിങ്കൾ വാർ എന്നല്ല. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. അപ്പോൾ ഇവിടെ അതാണ് ശനിയാഴ്ച ആക്കിയതാണ്. മലയാളത്തിൽ ഹിന്ദിയിലൊന്നു തന്നെ. വായിക്കുന്നു. ആജ് മേരെ ജീവൻ കാ അവിസ്മരണീയ ദിൻ. ഇത് ആദ്യത്തെ വാക്യമാണ്. ഈ വാക്യത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം. പല കുട്ടികളും പലതരത്തിലാണ് പഠിച്ചിട്ടുണ്ടാവുക. വേണമെങ്കിൽ ഇവിടെ ഇത്ര ബുദ്ധിമുട്ടുള്ള വിഷമുണ്ടാക്കിയൊരു ഡയറിയാണ് കുട്ടിക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആജ് മേരെ ജീവൻ കാ അഭിശപ്ത് ദിൻ, ശപിക്കപ്പെട്ട ദിനം, ഇങ്ങനെയും പറയാം. ഇല്ലെങ്കിൽ ചില കുട്ടികൾ എഴുതുക ആജ് കാ ദിൻ മേ കൈസേ ഭൂൽ പാവു, ഇന്നത്തെ ദിവസം എനിക്കെങ്ങനെ മറക്കാൻ കഴിയും. ഇതൊന്നുമല്ലാത്ത ചില കുട്ടികൾ എഴുതും. അതീവ ദുഃഖമുള്ളത് കൊണ്ട് ഓഹ് ആജ് കൈസാ ദിൻ ഥാ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അക്ഷരത്തെറ്റും വ്യാകരണത്തെറ്റും ഒന്നും ഉണ്ടാവരുത്. മേ കൈസേ ഭൂൽ പാവു, മേ കൈസേ ഭൂലും, മേ കൈസേ ഭൂൽ ജാവും, എന്തുവാണ് ആ രണ്ടാമത്തെ വാക്യം. ഇനി നമ്മുടെ ഇത് രണ്ടും പൊതുവാക്യങ്ങളാണ്. ഏത് ഡയറി കുറിപ്പിനും ഉപയോഗിക്കാം. അടുത്ത വാക്യം നമ്മുടെ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ്. വായിക്കുന്നു. ഗണിത് കെ മാട്ട് സാബ് സുരേंद्र जी കക്ഷാ മേ ആയേ. ഗണിതാധ്യാപകൻ സുരേंद्र जी ക്ലാസ്സിൽ വന്നു. ആത്തേ ഹി വേ കോപ്പി ജാഞ്ചനെ ലഗെ. വന്ന ഉടനെ അദ്ദേഹം നോട്ട്ബുക്ക് പരിശോധിക്കാൻ തുടങ്ങി. ഉൻകി നജർ മുझ पर പടി. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു. മേ ഡർ സേ കാംപ് രഹി ഥി. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അച്ചാനക് മാട്ട് സാബിനെ, പെട്ടെന്ന് നമ്മുടെ മാട്ട് സാബ് കുച്ച് കഹേ ബിന, ഒന്നും പറയാതെ മേരെ ബാലോ മേ പഞ്ചാ ഫസായ, എൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. സച്മുച്ച് മേരി കോപ്പി മേ കൊയ് ഗൽത്തി നഹി ഥി. വാസ്തവത്തിൽ എൻ്റെ നോട്ട്ബുക്കിൽ ഒരു തെറ്റുമില്ലായിരുന്നു. ഫിർ ക്യോം ഉൻഹോനെ മേരെ ബാൽ പക്കട്ട് കർ ഫേങ്ക് ദിയ. പിന്നെ എന്തിന് അദ്ദേഹം എൻ്റെ മുടി പിടിച്ചു വലിച്ചു. ദുഃഖ ഒരു ശരം സേ മേ സിർ ജുഗാക്കർ ഖടി രഹി. ദുഃഖവും ലജ്ജയും കൊണ്ട് ഞാൻ തലകുനിച്ച് നിന്നു. മുझे ऐसा लगा, എനിക്ക് അങ്ങനെ തോന്നി, കി മേ അഭി ഗിർ ജാവൂങ്കി, ഞാൻ ഇപ്പം വീഴും. മലയാളത്തിലാക്കുമ്പോൾ ഞാൻ ഇപ്പം വീഴുമെന്ന് എനിക്ക് തോന്നി. ഫിർ മാസ്റ്റർ ജീനെ കോപ്പി കോ മേരി സീറ്റ് പർ ഫേങ്ക് ദിയ. പിന്നീട് മാട്ട് സാബ് നോട്ട്ബുക്ക് എൻ്റെ സീറ്റിലേക്ക് എറിഞ്ഞു. ഒരു ബേഠനേക്കോ കഹ, ഇരിക്കാൻ പറഞ്ഞു. മേരെ ഭയഭീത് ചെഹരേക്കോ ദേഖ് കർ, എൻ്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിൽ ഭി ഡർ ഗയ, സാഹിലും ഭയന്നു. മേ സാഹിൽ കെ മുഖ പർ കേസെ ദേഖൂം, ഞാൻ സാഹിലിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും. സോച്ച് കർ മുझे ശർമ് ആ രഹി ഥി, ചിന്തിച്ചിട്ട് എനിക്ക് നാണക്കേട് തോന്നുകയായിരുന്നു. ഉസ്കി നജർ മേ, അവൻ്റെ ദൃഷ്ടിയിൽ മേ അച്ഛി ലടുക്കി ഹൂം, ഞാൻ നല്ല കുട്ടിയാണ്. ഇസ് ഘടനാസെ
മേരാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ഈ സംഭവം കൊണ്ട് എൻ്റെ മനസ്സിന് വല്ലാതെ ക്ഷതമേറ്റു. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു. ഐസ അനുഭവ് ജിന്ദഗി മേ കഭി നഹി ഹുവാ ഹെ. ഇങ്ങനെയുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ അവസാന വാക്യം എല്ലാ ഡയറികൾക്കും നമുക്ക് പ്രയോഗിക്കാം. അടുത്തത് മറ്റൊരു ഡയറിക്കുറിപ്പ് കൂടി നമുക്ക് പരിചയപ്പെടാം. സാഹിൽ കി ഡയറി. സന്ദർഭം ബേല സെ ബിച്ഛുടനെ കെ ദിൻ. ബേലയെ പിരിയുന്ന ദിവസം. ഉത്തരം വായിക്കുന്നു. 16 जनवरी 2021 शनिवार. जीवन का अविस्मरणीय दिन. आज 5वीं कक्षा का रिज़ल्ट आया. ഇന്ന് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. मैं और बेला पास हो गए, लेकिन अब मन उदास है. ഇപ്പോൾ മനസ്സ് ഉദാസീനമാണ്. കൽ സെ ബേല സെ ന മിൽ പാവൂങ്ക. നാളെ മുതൽ ബേലയെ കണ്ടുമുട്ടില്ല. സേ മിൽന കണ്ടുമുട്ടുക. 5 सालों से हम दोनों एक साथ स्कूल आते जाते थे. 5 വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുമായിരുന്നു. വർഷാ കെ ദിനോ മേ ഹം ബീർ ബഹൂട്ടിയോं को खोजते थे. മഴക്കാലത്ത് ഞങ്ങൾ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. अब मैं किसके साथ स्कूल जाऊँ. ഇനി ഞാൻ ആരുടെ കൂടെ സ്കൂളിൽ പോകും. കിസ്കെ സാത്ത് ഖേലും. ആരുടെ കൂടെ കളിക്കും. അബ് എന്നതിന് ഇപ്പോൾ, ഇനി എന്നർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം ഇനി. അഗ്ലേ സാൽ സെ ഹം ഏക് സാത്ത് നഹി പഠേംഗെ. അടുത്ത കൊല്ലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കില്ല. ചഠി കക്ഷാ സെ 6ാം ക്ലാസ് മുതൽ ദോനോ അലഗ് അലഗ് സ്കൂളോ മേ പഠിനെ വാലേ ഹെ. വേറെ വേറെ സ്കൂളുകളിൽ പഠിക്കുകയാണ്. ബേല രാജകീയ കന്യാ പാഠശാല മേ പഠേഗി. അവൾ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിക്കും. ഘർവാലെ മുझे അജ്മേർ ഭേജ് ദേംഗെ. വീട്ടുകാർ എന്നെ അജ്മീറിലേക്ക് അയക്കും. ഘർ സെ ദൂർ ഹോസ്റ്റൽ മേ അക്കേല രഹൂങ്ക. വീട്ടിൽ നിന്ന് ദൂരത്ത് ഒരു ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് താമസിക്കും. റിപ്പോർട്ട് കാർഡ് ദേഖ്തേ സമയ ബേല രോ രഹി ഥി. റിപ്പോർട്ട് കാർഡ് നോക്കുന്ന സമയത്ത് ബേല കരയുകയായിരുന്നു. മേ ഭി റോനേ ലഗ. ഞാനും കരയാൻ തുടങ്ങി. ബേല മുझे ചിഠാനേ ലഗി. ബേല എന്നെ ചുണ്ടി പിടിപ്പിക്കാൻ, ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. മേരി ആംഖേ ഭർ ഗയി ഥി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഫിർ ഹം അലഗ് അലഗ് ദിശാക്കോ ജാനേ ലഗെ. ഞങ്ങൾ വ്യത്യസ്ത ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. ഐസാ അനുഭവ് ജീവൻ മേ കഭി നഹി ഹുവാ ഹെ. ഇത്തരം അനുഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മേ കഭി നഹി ഭൂൽ സക്ത. എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല.